നമസ്കാരം, ഒരിക്കൽ കൂടി സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം. തൻ്റെ എതിർപ്പ് അവഗണിച്ച് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയ കോൺഗ്രസിന് മുന്നിൽ പുതിയ ഉപാധി വയ്ക്കാൻ PV അൻവർ. UDFിൽ അംഗമാകുക എന്നതിനൊപ്പമാണ് അൻവർ പുതിയ ഉപാധികളും മുന്നോട്ട് വെക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യതയുള്ള സീറ്റ് തനിക്ക് നൽകണമെന്നാണ് അൻവറിൻ്റെ ആവശ്യം. ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം അൻവറുമായി സംസാരിച്ച മുസ്ലിം ലീഗ് നേതാക്കളോടാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ആവശ്യം പരിഗണിക്കാമെന്നും കോൺഗ്രസിനെ അറിയിക്കാമെന്നുമാണ് ലീഗ് നേതാക്കൾ അൻവറിനോട് പറഞ്ഞിരിക്കുന്നത്. അൻവർ ഇന്ന് PK കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ച നടത്തും. നിലമ്പൂരിലെ വീട്ടിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃയോഗവും ചേരും. UDF പ്രവേശനവും സീറ്റടക്കമുള്ള കാര്യങ്ങളും യോഗത്തിൽ ചർച്ചയാക്കും. മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിന് അധികം സീറ്റില്ലാത്തതിനാൽ അൻവറിനെ പിണക്കാതിരിക്കാൻ ലീഗ് വിട്ടുവീഴ്ച നടത്തേണ്ടി വരും. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയ ശേഷം അദ്ദേഹത്തിനെതിരെ പ്രതികരണം നടത്തിയ അൻവറിനെ ഒപ്പം കൂട്ടരുതെന്ന നിലപാട് കോൺഗ്രസിനുള്ളിലുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശന് ഇന്ന് നിലമ്പൂരിൽ എത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ UDF നേതൃയോഗം മണ്ഡലത്തിൽ ചേരും. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയ ശേഷം അദ്ദേഹത്തിനെതിരെ പ്രതികരണം നടത്തിയ അൻവറിനെ ഒപ്പം കൂട്ടരുതെന്ന നിലപാട് കോൺഗ്രസിനുള്ളിലുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് നിലമ്പൂരിൽ എത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ UDF നേതൃയോഗം മണ്ഡലത്തിൽ ചേരും. അൻവറിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഉണ്ടായിരുന്ന സീറ്റ് പോവുകയും ചെയ്തു, പുതിയ സീറ്റൊട്ടും കിട്ടിയതുമില്ല. അൻവറിൻ്റെ ഭാവി എന്താകുമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.